നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി വാ. തന്നോട് ഈ ചമ്മന്തി വേണമെന്ന് പറഞ്ഞതാരാ? ഇന്ദ്രജ മാഡം. ഓ, എന്നിട്ട് കിച്ചണിൽ എന്താ സംഭവിച്ചേ? അത് ഞാൻ പറഞ്ഞല്ലോ സർ. ചമ്മന്തി അരച്ചോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി. ഞാനത് അമ്മിയിൽ അരയ്ക്കാൻ തീരുമാനിച്ചു. അമ്മി കഴുകാൻ പുറത്തു പോയപ്പോഴാ ഇതെല്ലാം സംഭവിച്ചത്. ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേ ചേച്ചിയോടൊപ്പം മളിയുണ്ടായിരുന്ന? ഇല്ല. ഓക്കെ. ചേച്ചി എപ്പോഴാ അവിടെ നിന്ന് പോയത്? അത് ഞാൻ പുറത്ത് അമ്മയുടെ അടുത്തായിരുന്നല്ലോ സർ. എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ നന്ദിനി. എത്രയും പെട്ടെന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ചേച്ചി അവിടുന്ന് പോകുന്നു. പകരം അളിയൻ അടുക്കളയിലേക്ക് കടക്കുന്നു, മിക്സിക്കകത്ത് കൈയിടുന്നു. കൃത്യസമയത്ത് കറണ്ട് തിരിച്ചു വരുന്നു. അത് പൊരുത്തക്കേടൊന്നും അല്ല സർ, ഭാഗ്യക്കേടാ. പാവം വിജയ് സാറിന് ഇനി കുറെ ദിവസത്തേക്ക് കൈ അനക്കാൻ പറ്റില്ല. നന്ദിനി, താൻ ഇതെങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഇത് തന്നെ ദ്രോഹിക്കാൻ വേണ്ടി എന്തോ ചെയ്യാൻ തീരുമാനിച്ചതാ. സാറൊന്നും മിണ്ടാതിരിക്കോ? എന്നെ ഇങ്ങനെ ദ്രോഹിക്കാനാ? അളിയന് പകരം നന്ദിനി മിക്സിയിൽ കൈയിടുമ്പോഴാണ് അത് സംഭവിച്ചിരുന്നെങ്കിലോ? എങ്കില് നന്ദിനിയുടെ വലതു കൈക്ക് പരിക്ക് പറ്റുമായിരുന്നില്ലേ? നന്ദിനിയുടെ വലതു കൈക്ക് പരിക്ക് പറ്റിയാൽ കമ്പനി ചെക്കുകൾ നന്ദിനിക്ക് ഒപ്പിടാൻ കഴിയാതെ വരില്ലേ? അപ്പോ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വിചാരിച്ചവരൊക്കെ ജയിക്കില്ലേ? സാറേ, എന്താ ഇത്? കഥയുണ്ടാക്കുകയാണോ? എന്റെ പൊന്ന് സാറേ, ഇങ്ങനത്തെ ഓരോ വിഡ്ഢിത്തരങ്ങളൊന്നും അവരുടെ മുന്നിൽ ചെന്ന് എഴുന്നള്ളിക്കാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞാണെന്നേ അവര് പറയൂ. എന്തായാലും ഇനി ആരും അടുക്കളയിലേക്ക് വരില്ല, അതെനിക്ക് ഉറപ്പായി. പക്ഷേ താൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ വ്യക്തമായ സംശയമുണ്ട്. നന്ദിനി, താൻ സൂക്ഷിച്ചോ. സാറിന്റെ സംശയം കൊണ്ട് അവിടെ തന്നെ നിന്നോ. അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല. എന്ത് സംഭവിച്ചാലും സ്വന്തം കുടുംബക്കാരെ സംശയം, ഇതൊട്ടും ശരിയല്ല കേട്ടോ സർ. നന്ദിനി, എന്താ സർ? ഇനി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് രാവിലെ പറയാം. ഗുഡ് നൈറ്റ്, ഞാൻ കിടക്കാൻ പോവാം. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തി. വിജയൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്ന ആരെങ്കിലും അറിഞ്ഞോ? ഇനി ഒരു കാര്യം ചെയ്യുമ്പോ സൂക്ഷിച്ചു വേണം. വീണ്ടും ഒരു അബദ്ധം കൂടി സംഭവിച്ചാ എല്ലാവരുടെ സംശയം നമ്മുടെ നേർക്കായിരിക്കും. അതിനെങ്ങനെയാ ചെയ്യുന്നത്? ഏട്ടൻ അവളെ പൊത്തി പിടിച്ചോണ്ട് നടക്കല്ലേ, ഒരുമാതിരി ഗൺമാനെ പോലെ. ഒരവസരം നമുക്ക് കിട്ടും, അതധികം വൈകില്ല. വിജയേട്ടന്റെ കൈ എന്താ പുറകില്? അതും കുഴപ്പാക്കിയോ? അതെ, ഒരു കൈ തളർന്നതുകൊണ്ട് പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നവനല്ല വിജയ്. ഓ, നന്ദിനെ വീഴ്ത്താനുള്ള വേറൊരു ഐഡിയയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്ത് ഐഡിയ? തെറ്റാടിയോ? വെറും തെറ്റാടിയല്ല, രുദ്രസ തെറ്റാടി. ഇത് പിള്ളേര് മാങ്ങ അടിച്ചിരുന്ന സാധനല്ലേ? അതെ, പിള്ളേര് മാങ്ങ അടിച്ചിടാറുണ്ട്. പക്ഷെ ബുദ്ധിയുള്ളവർ ഇതുകൊണ്ട് നെറ്റിക്കടിച്ച് ആളുകളെ വീഴ്ത്താറുണ്ട്. അതെ, നിങ്ങൾ ഈ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ കേട്ടിട്ടുണ്ടോ?